നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പാസ്റ്റ് കർമ്മ കിടപ്പുണ്ടോ എന്നാണ്. പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും കർമ്മ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവരുമായിട്ട് കണക്റ്റഡ് ആവാൻ സാധിക്കുമോ, ഒരു റിയൂണിയൻ ഉണ്ടാകുമോ, അങ്ങനെയാണെങ്കിൽ അത് എപ്പോഴെന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. കൂടാതെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഫേസും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ വളരെ സമർപ്പണത്തോടു കൂടിയും പ്രാർത്ഥനയോടും കൂടി തന്നെയാണ് റീഡിങ്സ് കാണേണ്ടത്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഒരു ഹോൾഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തമ്മിലുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ലൈഫ് റിലേഷൻ തന്നെയാണ് എന്നത് വളരെ വ്യക്തമാണ്. ദ ഡെവിൾ കാർഡാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ബന്ധനം തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾ യാദൃച്ഛികമായിട്ടായിരിക്കും ഈ ഒരു സിറ്റുവേഷൻസിൽ കണ്ടതും നിങ്ങൾക്ക് തമ്മിലുള്ള ഒരു കണക്ഷൻസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വന്നതും. പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഒരു അട്രാക്റ്റഡ് ഫീൽ ചെയ്ത ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. അതായത് കണ്ടു പരിചയമുണ്ടാവാം, അതല്ലെങ്കിൽ അവരുടേതായ ഓരോ രീതികളും നിങ്ങൾക്ക് പണ്ടൊരിക്കൽ അനുഭവിച്ചതായിട്ടുള്ളൊരു ഫീലിങ്സ് തോന്നിയിട്ടുണ്ടാകാം. അവരുടെ സംസാര രീതികളോടും അവരുടേതായ അതുപോലെ തന്നെ അവരുടെ ഒരു ലുക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിൽ എവിടെയോ കുടുങ്ങി നിൽക്കുന്നത് പോലെ എത്ര ചെയ്തിട്ട് മറന്നു കളയാൻ പറ്റാത്തൊരു ഫീൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷനിൽ ഒരു കാർമിക് സിറ്റുവേഷൻസ് വന്ന് നിൽപ്പുണ്ട്. അതായത് പാസ്റ്റിൽ എന്തോ ഒരു പൂർത്തീകരണം, നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻസിൽ കുറച്ച് കാര്യങ്ങളും കൂടി പൂർണ്ണതയിൽ എത്തിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ ഒരു കണക്ഷൻസ് ഈ ഒരു റീബർത്ത് പോലെ ഈ ഒരു ജന്മത്തിലും വന്ന് ചേർന്നിരിക്കുന്നത് എന്നുള്ളത് 100% നമുക്ക് എനർജി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തമ്മിൽ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കണ്ടുമുട്ടിയതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് തമ്മിലൊരു സെപ്പറേഷൻ പീരീഡ് ഉണ്ടായിട്ട് വീണ്ടും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സൺ വന്നതുമായിരിക്കാം. കാരണം ഒരു ഹോൾഡ് ചെയ്യുന്ന സിറ്റുവേഷൻസിനെയാണ് കാണുന്നത്. കാരണം നിങ്ങൾ ഒരു നാഗരികത അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിൽ ലൈഫ് മുന്നോട്ട് പാസ്റ്റിൽ കടന്നു പോയിട്ടുള്ള വ്യക്തികളാണ്. ഒന്നെങ്കിൽ നിങ്ങൾ അതുപോലെ ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ ഒരുമിച്ച് ജീവിച്ചു പോയ വ്യക്തികളാണ്. നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഒരുപാട് ഇങ്ങനെ ബിൽഡിങ്ങുകളുള്ള, അതല്ലെങ്കിൽ ഈ ഒരുപാട് ആളുകൾ കൂടി ചേരുന്നതും അതുപോലെ നമ്മളുടെ ഈ ഒരു മതപരമായ കാര്യങ്ങൾ, ക്ഷേത്രങ്ങളാണേലും പള്ളികളാണേലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പം നിങ്ങൾക്കൊരു വല്ലാത്തൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് എവിടെയോ എന്തൊക്കെയോ ഓർമ്മകൾ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. സ്വപ്നങ്ങളിൽ കൂടിയാണെങ്കിൽ പോലും നിങ്ങളിലേക്ക് പല സിറ്റുവേഷൻസ് നിങ്ങൾ സങ്കല്പിക്കുന്ന വ്യക്തികളാണ്. പല കാര്യങ്ങളെയും സങ്കല്പിച്ച് നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ മനസ്സുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ജസ്റ്റ് ഒരു സങ്കല്പം പോലും നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് ചിലപ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ കാണാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം അനുഭവിക്കാനോ ഒക്കെ പറ്റുന്ന ചില വ്യക്തികളാണ് നിങ്ങളെന്നാണ് കാണുന്നത്. കൂടാതെ തന്നെ നിങ്ങൾക്കറിയാം എന്തൊക്കെയോ കാര്യങ്ങൾ പിന്നാമ്പുറത്തുണ്ട്. കാരണം ഒരു കൂട്ടുകുടുംബം പോലുള്ള ഒരു ബന്ധത്തിൻ്റെയൊക്കെ ഒരു കണക്ഷൻസിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ. എല്ലാവരോടും ഒത്തൊരുമിച്ച് നിൽക്കുന്നത്, ഒരു കൂട്ടുകുടുംബത്തെ പോലും അട്രാക്റ്റ് ചെയ്യുന്ന, അതായത് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസിനെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ. കാരണം ആ ഒരു സിറ്റുവേഷൻസാണ് നമ്മുടെ പാസ്റ്റ് ലൈഫിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയ വ്യക്തികളാണ് നിങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച ഈ ഒരു പേഴ്സണും തമ്മിൽ തീർച്ചയായിട്ടും ഒരു കുടുംബ ബന്ധം തന്നെയാണെന്നാണ് കാണുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ ഒരേ കുടുംബങ്ങളിൽ ജീവിച്ച് മുന്നോട്ട് പോയ വ്യക്തികൾ തന്നെയായിരിക്കാം, അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പാർട്ട്നേഴ്സായിരുന്നു കാണാം.
അതല്ലെങ്കിൽ പേരൻസ് സംബന്ധമായ കണക്ഷൻസിലേക്കും പോയിട്ടുള്ള വ്യക്തികളെയാണ് കാണുന്നത്. കാരണം നിങ്ങൾക്കെപ്പോഴും നിങ്ങളുടെ വ്യക്തിയോട് ഒരു വാത്സല്യം, അതായത് ഒരു മാതൃവാത്സല്യത്തിൻ്റെ ഒരു കെയറിങ് ആണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ളത്. അപ്പം നല്ലൊരു ഗൈഡൻസോട് കൂടി പേരൻസിനോട് ചേർന്ന് നിന്ന ഒരു പാസ്റ്റ് ലൈഫാണ് നിങ്ങളുടെ ലൈഫിൽ എനിക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ മൂല്യമുള്ള ഒരു പാർട്ട്ണർ ബന്ധത്തെയും നമുക്കിതിനകത്ത് കിട്ടുന്നുണ്ട്. ആ ഒരു ബന്ധം പൂർണ്ണതയിലെത്താതെ അവസാനിച്ചു പോയൊരു പാസ്റ്റ് കണക്ഷൻ നിങ്ങളുടെ ലൈഫിലുണ്ട്. പൂർണ്ണതയിലെത്താതെ പോവുകയാണ് ചെയ്തതെന്നാണ് കാണാൻ പറ്റുന്നത്. ദ ഡെവിൾ കാർഡാണ്. വലിയൊരു ബന്ധനമായിരുന്നു അത്. കാരണം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു സിറ്റുവേഷൻസിന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. ഒന്നെങ്കിൽ നിങ്ങൾക്ക് തമ്മിലുണ്ടായിരുന്ന ഒരു ബന്ധത്തിന് പൂർണ്ണത വരുത്താതെ തന്നെ ഇതിലൊരു വ്യക്തിയെ മറ്റൊരു വ്യക്തി ചീറ്റിംഗ് ചെയ്തു പോയതായിട്ടാണ് കാണുന്നത്. ഇന്ന് നിങ്ങൾ പെയിൻ സിറ്റുവേഷൻസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാസ്റ്റിൽ നിങ്ങൾ ആ സിറ്റുവേഷൻസ് അവർക്ക് നൽകിയതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ എന്തൊക്കെയാണോ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസിൽ അനുഭവിക്കുന്നത് അതെല്ലാം നിങ്ങളുടെ ആ ഒരു വ്യക്തി പാസ്റ്റിൽ അനുഭവിച്ചതായിട്ടാണ് കാണുന്നത്. അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഇതൊരു കർമ്മ തന്നെയാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ വളരെ സ്ട്രെങ്ത് ഉള്ള, വളരെയധികം പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെ കൺട്രോളിങ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. കാരണം ഒരു ഏത് സിറ്റുവേഷൻസിനെയും നിങ്ങൾക്ക് ഭയമില്ലാതെ നേരിട്ട് പൊയ്ക്കൊണ്ടിരുന്ന വ്യക്തിയെയും ഒന്നിനും വലിയ വാല്യൂ ഒന്നും കൊടുത്തിരുന്ന വ്യക്തികളല്ല നിങ്ങൾ. അതുപോലെ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിനും നിങ്ങൾ വലിയ വാല്യൂ ഒന്നും കൽപ്പിച്ചിരുന്നില്ല എന്നാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബർഡനായിരുന്നു നിങ്ങളുടെ ജീവിതം. ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ പെട്ടെന്നൊരു ആക്ഷൻ എടുത്ത് ഈ ഒരു വ്യക്തിയിൽ നിന്നും മാറിപ്പോയതായിട്ടാണ് കാണുന്നത്. പാസ്റ്റിൽ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ ഒരുപാട് ദൂരേക്ക് പോയതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ ജീവിച്ചിരുന്ന ആ ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് മാറിപ്പോയതായിട്ടും കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തിയെ നിങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് കളഞ്ഞിരുന്നതായിട്ടാണ് പാസ്റ്റിൽ കാണുന്നത്. ചിലപ്പോൾ ഒരു വ്യാപാര സംബന്ധമായ ഒരു ലൈഫ് സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്തു പോയതാവാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ആ ഒരു സിറ്റുവേഷൻസിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോയതാവാം. എന്തായാലും നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്നും പെട്ടെന്നൊരു ആക്ഷൻ എടുത്ത് ഈ ഒരു വ്യക്തിയെ വിട്ടുപോയതായിട്ടാണ് കാണുന്നത് പാസ്റ്റിൽ. അത് വളരെയധികം കോൺഫ്ലിക്റ്റും തടസ്സങ്ങളും ആ വ്യക്തിയുടെ ജീവിതത്തിൽ അന്ന് സംഭവിച്ചിരുന്നു. മറ്റെല്ലാവരും ആ വ്യക്തിയെ ദുർവിനിയോഗം ചെയ്തതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ആ വ്യക്തി ഒരുപാട് ഫൈറ്റിംഗ് ചെയ്താണ് ആ പാസ്റ്റിൽ മുന്നോട്ട് പോയതെന്നാണ് കാണുന്നത്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു ഫൈറ്റിങ്ങും വേദനാജനകവും ഒറ്റപ്പെടലും എല്ലാം പാസ്റ്റിൽ ആ വ്യക്തി അനുഭവിച്ചതായിട്ടാണ് കാണുന്നത്. വളരെയധികം ശക്തമായ ഒരു ചീറ്റിംഗ് ആണ് നിങ്ങളിൽ നിന്നും നിങ്ങളുടെ പേഴ്സണിന് പാസ്റ്റ് കർമ്മ ലഭിച്ചിരിക്കുന്നത്. ഒരു നല്ലൊരു വഞ്ചന സംഭവിച്ചു എന്നാണ് കാണുന്നത്. ഒരു ചീറ്റിംഗ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്തിരുന്ന വ്യക്തിയാണ്. ഇന്ന് നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി എത്രത്തോളം വെയിറ്റിംഗ് ചെയ്യുന്നോ അത്രത്തോളം ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്തിരുന്നതായിട്ടും അതുപോലെ തന്നെ ഒരുപാട് ലോസ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ പാസ്റ്റിൽ സംഭവിച്ചിരുന്നു. പാസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി പോലും പ്രതീക്ഷിക്കാത്ത ഞാൻ പറഞ്ഞില്ല, മുൻപ് വന്നിരിക്കുന്ന ആ ഒരു കാർഡ്സിലെ പോലെ അയാൾക്ക് ചുറ്റുമുണ്ടായിരുന്ന വ്യക്തികളുമായിട്ട് കോൺഫ്ലിക്റ്റ്, പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് ഒറ്റയ്ക്ക് തരണം ചെയ്യേണ്ട ഒരു പാസ്റ്റ് ലൈഫാണ് എനിക്ക് ആ വ്യക്തിയിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു ചീറ്റിങ്ങിൻ്റെ ശക്തി ആ വ്യക്തി എല്ലാ സിറ്റുവേഷൻസിലും അവഗണിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്തതായിട്ടാണ് കാണുന്നത്. നല്ല പോലെ ഒരു വേദനാജനകമായ സിറ്റുവേഷൻസ് ഉണ്ടായി. എന്നിട്ടും ആ വ്യക്തിയിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, നിങ്ങളിലൊരു ഫെയ്ത്ത്, ഒരു സത്യമുണ്ടെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്തിരുന്നു എന്നാണ് കാണുന്നത് പാസ്റ്റ് ലൈഫിൽ കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റിംഗ് ചെയ്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസ് ആണ് അതിജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ വ്യക്തിയോട് നെഗറ്റീവായിട്ട് ഒന്നും തോന്നണ്ട. ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയും വെയിറ്റിംഗ് ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർക്കൊരു
വലിയൊരു പ്രതീക്ഷയായിരുന്നു നിങ്ങളോടൊത്തൊരു പുതിയ തുടക്കം അവരുടെ ലൈഫിൽ ഉണ്ടാകുമെന്നത്. അവരതിനുവേണ്ടി ഒരുപാട് വെയിറ്റിംഗ് ചെയ്തതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടി അവർ ഒരുപാട് കാലം കാത്തിരുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ഇൻസ്പിറേഷനായിരുന്നു നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ചുള്ള അവരുടെ ഓർമ്മകൾ പോലും. അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുന്നതും അവർ ലൈഫിലേക്ക് ഏറ്റവും കൂടുതൽ പ്രഷ്യസ് ആയിട്ട് സ്വപ്നം കണ്ടതുമെല്ലാം പാസ്റ്റിൽ നിങ്ങളോടൊത്തുള്ളൊരു ജീവിതം തന്നെയാണ്. അതായത് നിങ്ങളായിരുന്നു അവരുടെ ലൈഫിൽ ഒരു വഴികാട്ടി എന്ന് തന്നെ പറയാം. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും നിങ്ങളോടൊത്തുണ്ടായിരുന്ന നിമിഷങ്ങളും കൊണ്ട് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ പാസ്റ്റിൽ മുന്നോട്ട് പോയതായിട്ടാണ് കാണുന്നത്. നിരാശയും ഒറ്റപ്പെടലും അവഗണനയും മാത്രമാണ് ആ വ്യക്തി പാസ്റ്റിൽ അനുഭവിച്ചിരുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഒരു പാസ്റ്റ് കണക്ഷൻസിൽ വളരെയധികം നെഗറ്റീവായ സിറ്റുവേഷൻസ് നിങ്ങളിൽ നിന്നും നേരിടേണ്ടി വരികയും നിങ്ങൾ കാരണം മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് ഒറ്റപ്പെടലുകൾ അനുഭവിക്കുകയും ചെയ്തതായിട്ടാണ് കാണുന്നത്. ഈ ഒരു പേഴ്സണ് 100% ഡബിൾ കാർഡ് വന്നതോടുകൂടി നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ഈ പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ലെസൺ പൂർത്തീകരിക്കുക എന്നത് തന്നെയാണെന്നും ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ അതിജീവിക്കാൻ ശ്രമിക്കണമെന്നുമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം തീർച്ചയായിട്ടും ഒരു ബാഡ് കർമ്മ നിങ്ങൾക്കിടയിൽ ശക്തമായി നിൽക്കുന്നുണ്ട്. അതായത് ഒരു കാർമിക് സിറ്റുവേഷൻസ് അവസാനിക്കാനുണ്ട്. നിങ്ങൾ കുറച്ചധികം കാര്യങ്ങളെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഡിഫിക്കൽട്ടി ഡിസിഷനാണ് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത്. നിങ്ങളുടെ ആ ഒരു പാസ്റ്റിൽ നിങ്ങൾക്കിതൊരു ഡിഫിക്കൽട്ടി, അതായത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് അന്നത്തെ സാഹചര്യം വെച്ച് വളരെ ഡിഫിക്കൽട്ടിയായ ഒരു സിറ്റുവേഷൻസാണ്. കാരണം ഒന്നെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ പാസ്റ്റിൽ റിലീജിയൻ സംബന്ധമായി ഉണ്ടെങ്കിലും വളരെ ഡിഫറൻസ് ഉണ്ടാകും. ഇന്ന് നിങ്ങൾക്ക് റിലീജിയൻ സംബന്ധമായിട്ടോ ഫിനാൻസ് നിങ്ങളുടെ പദവി സംബന്ധമായിട്ടോ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതേ സിറ്റുവേഷൻസ് തന്നെ അന്ന് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെയധികം ഒരു ഡിഫിക്കൽട്ടി ആയിരുന്ന ഒരു സിറ്റുവേഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഈ വ്യക്തിയുമായി കണക്റ്റഡ് ആവുക എന്നത്. പക്ഷേ ആ വ്യക്തി നിങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചു എന്നാണ് കാണുന്നത്. 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കാണുന്നത് കേട്ടോ. വളരെയധികം വെയിറ്റിംഗ് ചെയ്തതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് പ്രതീക്ഷയോട് കൂടി തന്നെ നിങ്ങളുടെ വരവിന് വേണ്ടി പല സാഹചര്യങ്ങളും അവരുടെ ലൈഫിൽ വന്നിട്ടും അതിനെയെല്ലാം മാറ്റി വെച്ച് നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു. കാരണം നിങ്ങൾക്കിന്ന് പല ഓപ്പർച്യൂണിറ്റീസും വരുമ്പോഴും നിങ്ങൾ അതിനെയെല്ലാം മാറ്റി വെച്ച് ആ ഒരു പേഴ്സണ് പ്രാധാന്യം കൊടുത്തിരുന്നുവെങ്കിൽ പാസ്റ്റിൽ അതേ സിറ്റുവേഷൻസ് തന്നെ നിങ്ങളുടെ ആ ഒരു പേഴ്സണും അതിജീവിച്ചതായിട്ടാണ് കാണുന്നത്. മാനിഫെസ്റ്റേഷൻ, അതായത് നിങ്ങൾക്ക് വേണ്ടി അതുപോലെ കാത്തിരുന്നു. വേറെ ഒരു കാര്യങ്ങൾക്കും ആ ഒരു പേഴ്സൺ കോൺസെൻട്രേഷൻ കൊടുത്തില്ല, പ്രാധാന്യം കൊടുത്തില്ല. നിങ്ങളെന്ന വ്യക്തിക്ക് തന്നെയാണ് പ്രാധാന്യം നൽകി നിന്ന് അവരുടെ ജീവിതത്തിലെ ഒരുപാട് വിജയകരമാകുന്ന സിറ്റുവേഷൻസും അതുപോലെ അവർക്ക് ഒരുപാട് മാറ്റങ്ങളും ലൈഫ് തന്നെ മാറ്റിമറിക്കാവുന്ന പല അവസരങ്ങളും വന്നിട്ട് അതിനെയെല്ലാം മാറ്റി വെച്ച് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി അവരവരുടെ ജീവിതം അവസാനിപ്പിച്ചതായിട്ടാണ് കാണുന്നത്. നിങ്ങളിൽ നിന്നുമുള്ള ഒരു രീതിയിലെയും റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ വന്ന സമയത്ത് അവർ മറ്റേതൊക്കെയോ സിറ്റുവേഷൻസിലേക്ക് ഒറ്റപ്പെട്ട് യാത്ര ചെയ്തു പോകേണ്ടതായിട്ട് വന്നു. അതുപോലെ അവർക്കുടെ ലൈഫ് എന്ന് പറയുന്നത് ഇമോഷണലി ഉള്ള ബാലൻസ് നഷ്ടപ്പെട്ടു പോയതായിട്ടാണ് കാണുന്നത്. അവർക്ക് അവരുടെ ഇമോഷൻസിനെ ഒരു കാരണവശാലും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോയി. അവർ മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിച്ചതായിട്ടും അതുപോലെ തന്നെ സർവ്വ സിറ്റുവേഷൻസിനെയും അവർക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെയും ഭയപ്പെടേണ്ട ഒരു സാഹചര്യത്തിലൂടെ നിങ്ങളുടെ വ്യക്തി പാസ്റ്റിൽ കടന്നുപോയതായിട്ടാണ് കാണുന്നത്. അവർക്ക് യാതൊരു രീതിയിലും പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ വിശ്വസിക്കാവുന്നതായ ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് ചുറ്റും. അവരിൽ തന്നെ ഒരു ബൗണ്ടറി തീർക്കേണ്ടതായിട്ടും ഒറ്റപ്പെടേണ്ടതായിട്ടും വന്നു എന്നാണ് നമുക്ക് കാണുന്നത്. മാനസികമായിട്ട് ഇമോഷണലി അവരെ ഏറ്റവും കൂടുതൽ തകർത്ത് കളഞ്ഞതായിട്ടാണ് കാണുന്നത്. ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും അവർ സ്ട്രെങ്തായി പോയി. പിന്നീട് അവർക്ക് നല്ലൊരു ശക്തി ഉണ്ടാവുകയും അവർ മുന്നോട്ടേക്ക് വിജയത്തിലേക്ക് അവർക്കൊരു ചേഞ്ചിങ് വന്നു. ഇമോഷണലി അവർ മാനിഫെസ്റ്റേഷൻസിലൂടെ പ്രാർത്ഥനയിലൂടെയൊക്കെ ഭയത്തിലൂടെ തന്നെ അവർ ഉയർച്ചയിലേക്ക് പോയതായിട്ടാണ് കാണുന്നത്. കിങ് ഓഫ് സോഴ്സിൽ എത്തിക്കഴിഞ്ഞിരുന്നു അവർ നല്ല ശക്തമായ അല്ലെങ്കിൽ ഇമോഷണലി ഒരു ബാലൻസ് ഉള്ള ഒരു സിറ്റുവേഷൻസിലും മറ്റുള്ള സാഹചര്യങ്ങളെ എതിർക്കാനും വിജയിക്കാനും പഠിച്ചു. കാരണം അവർക്ക് കാലം അനുകൂലമായി. കാരണം അവർ ഒരുപാട് രീതിയിലെ സിറ്റുവേഷൻസിനെ നെഗറ്റീവായ സാഹചര്യങ്ങളെ അതിജീവിച്ച് അവർക്ക് ലാസ്റ്റ് കാലം അനുകൂലമായി അവരെ പ്രൊട്ടക്റ്റ് ചെയ്തതായിട്ടും അതുപോലെ ഏറ്റവും കപ്സാണ് വന്നിരിക്കുന്നത്. അവർ ഇമോഷൻസിനെ എല്ലാം
പൂർണ്ണമായും ഒഴിവാക്കി. ഇമോഷൻ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻസിന് അവരിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് അവർ ബ്ലെസ്സിങ്സ് സ്പിരിച്വലായ ഒരു സിറ്റുവേഷൻസിലേക്ക് ചേഞ്ച് ആയതായിട്ടാണ് കാണുന്നത്. കാർമിക് സിറ്റുവേഷൻസ് എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തെ അവരിൽ നിന്ന് തന്നെ ഹീലാക്കി കളഞ്ഞു സെൽഫായിട്ട്. കാരണം അവരുടെ അനുഭവങ്ങൾ എക്സ്പീരിയൻസ് കൊണ്ട് അവർ അനുഭവിച്ച സിറ്റുവേഷൻസ് അവർ സ്വയം അനുഭവിച്ച് അവരുടെ ആ ഒരു കാർമിക്കായ സാഹചര്യങ്ങളെ അവർ ഹീലാക്കി അവർ ഇമോഷൻസിനെ പൂർണ്ണമായും അവരുടെ ലൈഫിൽ നിന്നും എടുത്തു കളഞ്ഞ് അവർ മുന്നോട്ട് പോയി എന്നാണ് കാണുന്നത് കേട്ടോ. അതുകൂടാതെ തന്നെ ബ്ലെസ്സിങ്സ് അവർക്ക് വേണ്ടി യൂണിവേഴ്സ് തന്നെ ബ്ലെസ്സിങ്സ് ഒരുക്കി വെച്ചു. അവർ ഒരുപാട് കാര്യങ്ങളെ തരണം ചെയ്തു, ഹാർഡ് വർക്ക് ചെയ്തതായിട്ടാണ് കാണുന്നത്. അവരുടെ ആ ഒരു ലൈഫിനെ നിലനിർത്താനും സക്സസ് ആവാനും അവർ ഹാർഡ് വർക്ക് ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്യേണ്ടി വന്നു. അവരുടെ പാസ്റ്റിൽ അവർക്ക് ഒരു പൂർണ്ണതയിലെത്താനായിട്ട് ക്യൂൻ ഓഫ് സോഴ്സിൽ അവരെത്തിക്കഴിഞ്ഞതായിട്ടാണ്. കാരണം അവരിലേക്ക് വരാൻ തുടങ്ങി പല സാഹചര്യങ്ങളും ഓപ്പർച്യൂണിറ്റീസുകളും. അവർ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് സാഹചര്യങ്ങൾ അവരുടെ മുന്നിലേക്ക് വന്നതായിട്ടും അവർ വളരെ ഏറ്റവും പവർഫുള്ളായ ഒരു സക്സസ്സിൽ പാസ്റ്റിൽ അവരെത്തിച്ചേർന്നതായിട്ടുമാണ് കാണുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ വരുന്ന എനർജി കറക്റ്റായി ഫീൽ ചെയ്യുന്നവർക്ക് നിങ്ങൾ ഇതിനകത്ത് അനുഭവിക്കുന്ന ആ ഒരു സാഹചര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് വെച്ച് മാത്രം കണക്റ്റ് ചെയ്യുക പാസ്റ്റ് ലൈഫിനെ. നിങ്ങളുടെ പേഴ്സൺ ഇന്ന് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുവെങ്കിൽ ആ ഒരു കാർമിക് സിറ്റുവേഷൻസ് ആണ്. ആ ഒരു ലെസൺ പൂർത്തീകരിക്കാൻ തന്നെയാണ് നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു ഇമോഷണലി ഒരു സ്ട്രെങ്ത് ഉണ്ടാവുകയും കുറേ കാര്യങ്ങൾ ഹീലായി കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പവറിൽ എത്താൻ എപ്പോൾ സാധിക്കുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് റിയൂണിയനായിട്ട് വരും. കാരണം അവർക്ക് പാസ്റ്റിൽ സംഭവിച്ചതും അങ്ങനെ തന്നെയാണെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവർ ലാസ്റ്റ് സക്സസ്സിലും സ്ട്രെങ്തായ ഒരു സിറ്റുവേഷൻസിലും എത്തിച്ചേരുകയാണ് ചെയ്തത്. നമുക്ക് ഇതിനകത്ത് റിയൂണിയൻ സംഭവിക്കുമോ എന്ന് ഞാൻ നോക്കിയതിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് 8 ഓഫ് വാൺസ് ആണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ആയിരിക്കാം ഒരു ആക്ഷൻ യൂണിവേഴ്സിൽ നിന്ന് തന്നെ സംഭവിക്കുന്നത്. കാരണം ഇത് യൂണിവേഴ്സ് ഇട്ടിരിക്കുന്ന ഒരു സെപ്പറേഷൻ പീരീഡാണ്. തീർച്ചയായിട്ടും ആ യൂണിവേഴ്സിൻ്റെ കണക്ഷൻസ് എപ്പോഴാണോ നിങ്ങൾ അനുഭവിക്കേണ്ടത്, നിങ്ങൾ പഠിക്കേണ്ട ഒരു ലെസൺ അനുഭവിച്ച് ഫിനിഷിങ് ചെയ്ത് തീരുന്നത് അതിനനുസരിച്ച് നിങ്ങളിലേക്ക് വന്നിരിക്കും ആക്ഷൻ എന്നാണ് കാണുന്നത്. നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പവറിൽ തന്നെ ആക്ഷൻ ആ ഒരു ഇത് വരും. നിങ്ങൾക്ക് ചോയ്സും ഇട്ടുതരും. അവർക്ക് കിട്ടിയ അതേപോലെ അവർക്കും പല ഓപ്പർച്യൂണിറ്റീസും ചോയ്സും ഈ യൂണിവേഴ്സ് കൊടുത്തതുപോലെ 6 ഓഫ് കപ്സ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്കും ചോയ്സുകൾ വരും. നിങ്ങൾക്ക് അതിനകത്ത് അനുകൂലമായതും നിങ്ങൾക്ക് വേണ്ടതും മാത്രം നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ പേഴ്സണെ അടക്കമായിരിക്കാം ആ ഒരു സിറ്റുവേഷൻസിൽ ചോയ്സ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്കത് സ്വീകരിക്കാമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എംപററാണ് അവർ ക്യൂൻ ഓഫ് സോഴ്സിൽ എത്തിയതുപോലെ നിങ്ങൾക്കൊരു എംപറർ പദവിയിൽ നിങ്ങളുടെ കൺട്രോളിലും നിങ്ങളുടെ പവറിലും നിങ്ങളുടെ കാര്യങ്ങൾ എത്തും. അതായത് നിങ്ങൾക്ക് ഭയത്തെ അതിജീവിക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. ഭയം എന്ന് പറയുന്ന സിറ്റുവേഷൻസിനെ അതിജീവിക്കാനും നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവായ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനും നിങ്ങളുടെ കൺട്രോളിങ് പവറിൽ നിങ്ങളെ തന്നെ നിലനിർത്താനും നിങ്ങൾക്ക് ആ ശരി തെറ്റിനെ മനസ്സിലാക്കാനും പറ്റും. നിങ്ങൾ പക്വതയോടുകൂടി തന്നെ കാണും സിറ്റുവേഷൻസിനെ എന്നാണ് കാണുന്നത്. പുതിയൊരു തുടക്കം 3 ഓഫ് വാൺസ് ആണ്. നിങ്ങളുടെ ലൈഫിൽ റിയൂണിയൻ എന്നത് 100% ഉറപ്പാണ്. ഹാപ്പിനെസ്സും സന്തോഷവും നിറഞ്ഞ സെലിബ്രേഷൻ, ആഘോഷങ്ങൾ നിറഞ്ഞ ഒരു പുതിയ തുടക്കവും വരും. 6 ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ മറ്റൊരു ദിശയിലേക്ക് തീർച്ചയായിട്ടും യാത്ര പോകും. നിങ്ങളുടെ പേഴ്സണോടൊത്ത് തന്നെ നിങ്ങൾക്കൊരു റീയൂണിയൻ സംഭവിക്കുകയും നിങ്ങൾക്കും അവർക്കും ഒരുമിച്ചൊരു യാത്രയും ഉണ്ടാകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ നമുക്കിതിനകത്ത് എത്ര നാളെടുക്കുമെന്നുള്ളതിന് ഒരു 3 മന്ത്സിനും ഒരു 5 മന്ത്സ് 3 മന്ത്സ് അതുപോലെ തന്നെ ഒരു 4 മന്ത് ഈ ഒരു സിറ്റുവേഷൻസിനുള്ളിൽ പൂർണ്ണമായും എല്ലാവർക്കും ഒരു റിയൂണിയൻ സംഭവിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് വന്നിരിക്കുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത് 8 ഓഫ് വാൺസ് ആണ്. ഒരു ക്വിക്ക് ആക്ഷൻ ആയിരിക്കാം. പെട്ടെന്ന് നിങ്ങളിലേക്ക് ചിലപ്പോൾ റിയൂണിയൻ സംഭവിച്ചു കഴിഞ്ഞവരും ഉണ്ടാവാം, അല്ലെങ്കിൽ സംഭവിക്കാൻ ഉടനെ തന്നെ സംഭവിക്കുന്നവരും ഉണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങൾ കുറഞ്ഞതൊരു 3, 4, 5 മന്ത്സ് ഈ ഒരു 3 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ടൈം പീരീഡ്.
ഈ 3 പീരീഡ്സ് ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു റിയൂണിയൻ പൂർണ്ണമായും ഒരു തീരുമാനത്തോടു കൂടി നിങ്ങളിൽ എത്തിച്ചേരുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊരു പാസ്റ്റാണ് ഞാൻ എടുത്തത്. അപ്പം ഇതങ്ങനെ എല്ലാവരും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ തന്നെ നിങ്ങൾക്ക് അത് കേട്ട് വിട്ടുകളയുക. കാരണം പാസ്റ്റ് ഈസ് ദി പാസ്റ്റ്. അതിനെക്കുറിച്ച് ഇനി നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ അറിഞ്ഞ് ചെയ്തതല്ല, ഇപ്പം നമ്മൾ അറിഞ്ഞനുഭവിക്കുന്നതുമല്ല. പിന്നെ വിധി എന്ന് കാലത്തിൻ്റെ മുമ്പിൽ എല്ലാം സെയിമാണ്. പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറൊക്കെ കാലം അത് അതിൻ്റേതായ രീതിയിൽ തന്നെ നമുക്ക് തരുള്ളൂ. അത് മനസ്സിലാക്കുക. അപ്പം എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.